ഇതാ ഒന്നാമത്തെ KNM-ന്റെ ആദരണീയനായ സംസ്ഥാന പ്രസിഡന്റ് KM മൗലവിയുടെ വാചകമാണ് ഞാൻ ഇവിടെ വായിച്ചു കേൾപ്പിച്ചത്. ഇത് വിൽക്കുന്നത് CD ടവറിൽ നിന്നല്ല, മർക്കസുദ്ദാവയിൽ നിന്നാണ്. ഞാൻ വീണ്ടും വായിക്കാം. ഷബാബ് അബ്ദുൽ ലത്തീഫ് സഹോദരനോട് സൂചിപ്പിക്കുകയാണ്, സഹോദര അതിന്റെ വിൽപ്പന നിങ്ങൾ തടയൂ. KM മൗലവി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയൂ, എന്നിട്ട് വായിക്കൂ. ഇത് കേരള മുസ്ലിം നവോത്ഥാനം തള്ളിക്കളഞ്ഞ ജിന്നുബാധ, സിഗുറുബാധ തുടങ്ങിയ അന്ധവിശ്വാസങ്ങളെ പുനരാനയിച്ച നവോത്ഥാന പാതകളെ കഴിഞ്ഞ 10 വർഷമായി മലീമസമാക്കുന്നവർ കടുത്ത നീതിയാണ് കട്ടുന്നതെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ അബ്ദുൽ ലത്തീഫ് കരിമ്പുലാക്കൽ പറഞ്ഞു. എവിടെ നോക്കിയിട്ടായി പറയുന്നത്? അപ്പൊ ഒരിക്കലും സഹോദരങ്ങളെ ഒരു അന്ധവിശ്വാസത്തിലേക്കും കേരള നദ്വത്തുൽ മുജാഹിദീനോ കേരള ജംഇയ്യത്തുൽ ഉലമയോ അതിന്റെ പണ്ഡിതന്മാരോ അതിന്റെ പ്രവർത്തകന്മാരോ കടന്നുപോയിട്ടില്ല എന്ന് വളരെ വസ്തുതാപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമിക ജീവിതം, അമാനി മൗലവിയുടെ ഇസ്ലാമിക ജീവിതത്തിലെ 458-ാമത്തെ പേജ് മുതൽ അവസാനം വരെ നിങ്ങളൊന്ന് വായിക്കണമെന്ന വസിയത്ത് മാത്രമാണ് ആ വിഷയത്തിൽ എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. പിന്നെയോ ഇതേ ശബാബിന്റെ 17-ാമത്തെ പേജ്, ഇതേ ശബാബിന്റെ 17-ാമത്തെ പേജിൽ മറ്റൊരു തമാശയുണ്ട്. എന്താണെന്നറിയോ? അവരൊരു സംവാദം നടത്തി ഈ അടുത്ത്. എന്താ ചോദ്യം ചോദിച്ചപ്പോ മർമ്മത്തിന്റെ ചോദ്യം വന്നപ്പോൾ അതിൽ നിന്ന് തെന്നിമാറിയ ഒരു സംവാദം, തെന്നിമാറിയത് വലിയൊരു വിജയമായി ആഘോഷിച്ച സംവാദം. എന്നിട്ടോ അതിൽ പറയാണ്, ഒരു വാരി നോക്കൂ നിങ്ങൾ, ഒരു ആരോപണം, നമ്മെ KNM-നെ പറ്റി ഒരു ആരോപണം നോക്കൂ നിങ്ങൾ. മുജാഹിദ് പ്രസ്ഥാനത്തിൽ പ്രശ്നമുണ്ടാക്കി സംഘടന പിളർത്തിയ AP വിഭാഗം ഒരിക്കലും AP പിളർത്തിയിട്ടില്ല. ബഹുമാന്യനായ AP ഇന്ന് സുഖമില്ലാതെ കിടക്കുകയാണ്. ആ മാന്യദേഹം ഒരിക്കലും ഈ പ്രസ്ഥാനം പിളർത്തിയിട്ടില്ല. ഇവരാണ് KNM-നെ പിളർത്തിയത്, ISM-നെ പിളർത്തിയത്, MSM-നെ പിളർത്തിയത്. എന്നിട്ട് AP-യുടെ പേരിലാ പറയുന്നത്. പിന്നെയോ AP വിഭാഗം ജിന്നുകളെയും മലക്കുകളെയും വിളിച്ചു തേടാമെന്നുള്ള നൂതനവാദം അവതരിപ്പിക്കുകയും അത് ഖുറാഫാത്തിന് വളമാകുകയും ചെയ്ത പശ്ചാത്തലത്തിൽ AP സുന്നികളും മുജാഹിദുകളുമായി മട്ടാഞ്ചേരി, ചക്കരപ്പറമ്പ് തുടങ്ങിയ സ്ഥലങ്ങളിൽ തൗഹീദ് വിഷയത്തിൽ സംവാദം നടത്താനായി വ്യവസ്ഥ എഴുതുകയുണ്ടായി. എന്താ പറഞ്ഞത്? ജിന്നുകളോടും മലക്കുകളോടും വിളിച്ചു തേടാമെന്ന നൂതനവാദം. സുഹൃത്തുക്കളെ, ഇത് ഒരിക്കലും ബഹുമാന്യനായ AP-യുടെ പേര് ചേർത്തുകൊണ്ട് ഒരിക്കലും പറയാൻ പാടില്ല. അദ്ദേഹത്തിന്റെ ചെറുപ്രായ കാലഘട്ടങ്ങളിൽ കേരളത്തിന്റെ മുക്കുമൂലകളിലൂടെ നടന്ന് ഈ ജിന്നുമ്മമാരെയും അതുപോലെ തന്നെ ഈ ഖുറാഫാത്തിനെയും നഖശികാന്തം എതിർക്കുകയും ഇവിടെ വാദപ്രതിവാദങ്ങളിലൂടെ ഖണ്ഡന പ്രസംഗങ്ങളിലൂടെ ഈ തൗഹീദിനെ പടുത്തുയർത്തിയ മഹാനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പേര് ചേർത്തിക്കൊണ്ടാണ് പറയുന്നത്, ജിന്നിനോടും മലക്കിനോടുമൊക്കെ വിളിച്ചു തേടാമെന്ന നൂതനവാദം കൊണ്ടുവന്നു എന്ന്. ആര് കൊണ്ടുവന്നു സഹോദരങ്ങളെ? ഒരിക്കലും ഒരാൾക്കും ആ വിഷയം തെളിയിക്കുവാൻ സാധ്യമല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ എന്താ ഇതിന് തെളിവായിട്ട് പറയുന്നത്? ഇവരൊക്കെ വിജനപ്രദേശത്ത് ഒറ്റപ്പെട്ടാൽ എന്ന് വിളിക്കാമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? ആര് പറഞ്ഞു സഹോദരങ്ങളെ? ഇതാണ് തെറ്റുദ്ധരിപ്പിക്കൽ. ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്താ വിജനപ്രദേശത്ത് ഒറ്റപ്പെട്ടാൽ എന്താ ചെയ്യേണ്ടത്? നോക്കൂ നിങ്ങൾ. ഇതാ അന്നബി തമീമ അൻ റജുലിൻ മിൻ ഖൗമിഹി അന്നഹു അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തമീം ഗോത്രത്തിൽ നിന്നും ഒരു മനുഷ്യൻ പ്രവാചകന്റെ അടുക്കൽ വരികയുണ്ടായി. എന്നിട്ട് ചോദിച്ചു, വഖാല അൻത റസൂലുള്ളാഹ്, നിങ്ങളാണോ അല്ലാഹുവിന്റെ റസൂൽ? ഔ ഖാല അൻത മുഹമ്മദ്, അതോ നിങ്ങളാണോ മുഹമ്മദ് എന്ന് ചോദിച്ചു. വഖാല, അപ്പോൾ അവിടുന്ന് പറഞ്ഞു, നഅമ്മദേ. ഖാല, അപ്പോൾ നബി അദ്ദേഹം പറയുകയാണ്, ചോദിക്കുകയാണ്, ഫഇലാ മാ തദ്ഉ, നിങ്ങൾ എന്തിലേക്കാണ് ആളുകളെ ക്ഷണിക്കുന്നത്? ഖാല, അവിടുന്ന് പറഞ്ഞു, അദ്ഉ ഇലല്ലാഹി അസ്സ വജല്ല വഹദ, അല്ലാഹുവിന്റെ ഏകത്വത്തിലേക്കാണ് ഞങ്ങൾ ആളുകളെ ക്ഷണിക്കുന്നത്. മൻ കാന ബിക ദുർറും ഫദഔതഹു കശഫഹു അൻക, നിങ്ങൾക്ക് എന്തെങ്കിലും ദുർറ് ബാധിച്ചാൽ, ഉപദ്രവങ്ങൾ ബാധിച്ചാൽ അല്ലാഹുവിനെയാണ് നിങ്ങൾ വിളിക്കേണ്ടത്. വമൻ ഇദാ അസ്വാബക മുസനത്തിൻ, ഇനി ഒരു വർഷത്തിൽ വരൾച്ചയാണ് ഉണ്ടാവുന്നതെങ്കിൽ ഫദഔതഹു അംബതലക, അവൻ നിങ്ങൾക്ക് സസ്യത്തെ മുളപ്പിച്ചു നൽകും, അവനോടാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. വമൻ ഇദാ കുൻത ഫീ അർളിൻ ഖഫിരിൻ, എന്നാൽ ഒരു വിജന പ്രദേശത്താണ് നിങ്ങൾ എത്തിപ്പെട്ടതെങ്കിൽ അവിടെ എത്തിപ്പെടുകയും ഫാദിലൽത, നിങ്ങളുടെ സവാരി മൃഗം നഷ്ടപ്പെടുകയും ചെയ്താൽ, അഥവാ ആരുമില്ലാത്ത ഒരു വിജനമായ ഒരു മരുഭൂമിയിൽ നിങ്ങൾ എത്തിപ്പെടുകയും നിങ്ങളുടെ ആകെയുണ്ടായിരുന്ന സവാരി മൃഗം നഷ്ടപ്പെട്ടുകൊണ്ട് നിങ്ങൾ വഴിതെറ്റുകയും ചെയ്താൽ ഫദഔതഹു, നിങ്ങൾ അവനെ വിളിച്ചാൽ, അല്ലാഹുവിനെ വിളിച്ചാൽ, റദ്ദ
അത് നിങ്ങൾക്ക് അവൻ തിരിച്ചു നൽകും. അത് നിങ്ങൾക്ക് അവൻ തിരിച്ചു നൽകും. അപ്പോൾ വിജനപ്രദേശത്ത് ഒറ്റപ്പെട്ടാൽ യാ ഇബാദല്ലാഹ് എന്നല്ല വിളിക്കേണ്ടത്, അല്ലാ 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 എന്ന് തന്നെയാണ് വിളിക്കേണ്ടത്. പടപ്പുകളെ എന്നല്ല, മണ്ടിയരെ എന്നല്ല പറയേണ്ടത്, പടച്ചോനെ അല്ലാഹുവേ എന്നാണ് വിളിക്കേണ്ടത് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഇതാണ് ഈ ഹദീസിലുള്ളത്. ഇതാണ് കേരള നദ്വത്തുൽ മുജാഹിദീന് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹോദരങ്ങളെ ഇവിടെ സൂചിപ്പിക്കുവാനുള്ളത്. ഒരിക്കലും തന്നെ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല, സഹായം തേടാൻ പാടില്ല. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് 17 തവണ നിർബന്ധമായും അല്ലാത്ത സമയങ്ങളിൽ ഐച്ഛികമായും നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതാണ് ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുഹിയുദ്ദീൻ ശൈഖേ കാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ എന്നിങ്ങനെ ഒരിക്കലും തന്നെ ഒരാളോടും സഹായം തേടാൻ പാടില്ല. വിശിഷ്യ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാൻ കഴിയാത്ത മലക്കാകട്ടെ ജിന്നാകട്ടെ ആ ശക്തികളോട് യാതൊരു നിലക്കുള്ള പ്രാർത്ഥനയും പാടില്ല, സഹായതട്ടം പാടില്ല. പ്രാർത്ഥനയുള്ള സഹായം തേട്ടം പാടില്ല, പ്രാർത്ഥനയില്ലാത്ത സഹായം തേട്ടം പാടില്ല. ഭൗതികമായതും പാടില്ല, അഭൗതികമായതും പാടില്ല. അത് എവിടെ ബുദ്ധിമുട്ടിയാലും പാടില്ല. ചുരത്തിൽ നിന്ന് താഴേക്ക് വിടുകയാണെങ്കിലും ഒരിക്കലും തന്നെ ജിന്നെ കാക്കണേ എന്ന് വിളിച്ചാൽ, മുഹിയുദ്ദീൻ ശൈഖേ കാക്കണേ എന്ന് വിളിച്ചാൽ അത് ശിർക്കാണ്, കുഫ്റാണ്. മലക്കെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ അത് ശിർക്കാണ്, കുഫ്റാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയത്തിനും ഇവിടെ അവകാശമില്ല. അപ്പൊ സഹോദരങ്ങളെ, വെറുതെ മെനഞ്ഞുണ്ടാക്കി ഓരോന്ന് പറയുകയാണ്. പിന്നെ ഇത് ഈ വിഷയം ആര് കൊണ്ടുവന്നതാ? ഇത് സുന്നികൾ ഒരു തുമ്പുമില്ലാതെ വന്നപ്പോ അവരെടുത്തുദ്ധരിക്കുന്ന ഒരു തെളിവാണ് സഹോദരങ്ങളെ. ഇത് നമുക്കറിയാമല്ലോ, ഖുർആനിൽ ആയത്തില്ല, ഹദീസിൽ അവർക്ക് സ്വഹീഹായി ഉദ്ധരിക്കാൻ തെളിവുകളില്ല. മുഹിയുദ്ദീൻ ശൈഖേ കാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ എന്നിങ്ങനെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നും യാതൊരു തെളിവും കിട്ടാതെ വന്നപ്പോൾ അവസാനം കൊണ്ടുവന്ന ഒരു പുൽക്കൊടിയാണ് ഇതാ വിജനപ്രദേശത്ത് ഒറ്റപ്പെട്ടാൽ അള്ളാന്റെ അടിമകളെ സഹായിക്കണം എന്ന് പറയുന്ന ഹദീസില്ലേ എന്ന് അവര് വാദപ്രതിവാദത്തിൽ ചോദിക്കാറുണ്ട്, അവർ എഴുത്തുകളിൽ ചോദിക്കാറുണ്ട്. ആ ചോദ്യം കേരളത്തിൽ ആരാണ് ആദ്യം ചോദിച്ചത് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഇതാ ഈ പുസ്തകം നിങ്ങളുടെ അലമാരകളിൽ ഉണ്ടാകും. ഇതാ ഈ പുസ്തകം യുവത പുറത്തിറക്കുന്ന പുസ്തകമാണ്. പ്രാർത്ഥന, തൗഹീദ്, ചോദ്യങ്ങൾക്ക് മറുപടി എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര്. ബഹുമാന്യനായ ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനിയാണ് ഈ പുസ്തകം, പ്രത്യേകമായി അദ്ദേഹത്തിന്റെ ചോദ്യോത്തരങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതാദ്യം ചോദ്യോത്തരമായി ശബാബിൽ വന്നു 980-കൾക്ക് ശേഷമുള്ള കാലഘട്ടത്തിൽ. അന്ന് വന്ന ചോദ്യം നോക്കൂ നിങ്ങൾ. വിജനമായ സ്ഥലത്ത് വെച്ച് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ യാ ഇബാദല്ലാഹ് അയ്നൂനി എന്ന് പറയണം എന്ന് തുടങ്ങിക്കൊണ്ടാണ് ഈ ചോദ്യം. ഇതൊരു മുസ്ലിയാർ ചോദിക്കാണ്. എന്താ പേതാ പ്രസംഗം? ജിന്ന് സത്യവും മിഥ്യയും എന്ന മുസ്ലിയാരുടെ പ്രസംഗത്തിൽ നിന്ന് ശരിക്കും പഠിച്ചു വെച്ചോ. പല ആളുകളും പറയാറുണ്ട്, എന്ത് ഒരു ദുർബല ഹദീസുമായിട്ട് വന്നാണ്, ഒരു ദുർബല ഹദീസുമായിട്ട് വന്നാണ്. ആര് വന്നിരിക്കല്ല സംഗതി, ഒരിക്കലും ഈ സുന്നികൾ കൊണ്ടുവന്നതാണ്. അവർക്ക് തെളിവില്ലാത്തത് കൊണ്ട്, ഖുർആനിലും ഹദീസിലും തെളിവില്ലാത്തത് കൊണ്ട് അവർ കൊണ്ടുവന്നതാണ്. ഇന്നല്ല, ഇന്നലെയല്ല, 10 വർഷം മുമ്പല്ല, ഈ 10 വർഷം കൊണ്ടല്ല, 980-കളിൽ ചോദ്യമായി ആദ്യം അത് വരുന്നത് ബഹുമാനായ ചെറിയ മുണ്ടത്തിന്റെ മുമ്പിലാണ്. അന്ന് ചെറിയ മുണ്ടം കൊടുത്ത മറുപടിയുടെ പ്രസക്ത ഭാഗം സുഹൃത്തുക്കളെ ഇതാ ഞാൻ ഇവിടെ വായിച്ചു കേൾപ്പിക്കാം. നോക്കൂ നിങ്ങൾ. ജിന്നുകൾ അള്ളാഹുവിന്റെ അടിമകളാണ്. അവരുടെ അസ്തിത്വത്തെയോ കഴിവുകളെയോ സംബന്ധിച്ച് വിശദ വിവരങ്ങൾ ഖുർആനിലോ പ്രാമാണികമായ ഹദീസിലോ ഇല്ല. സുലൈമാൻ നബി അലൈഹിസ്സലാം ജിന്നുകളെ കൊണ്ട് ജോലി ചെയ്യിച്ചിരുന്നു, അവരോട് പല കാര്യങ്ങളും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അദ്ദേഹം ജിന്നുകളോട് പ്രാർത്ഥിച്ചുവെന്ന് ഖുർആനിലോ ഹദീസിലോ പറഞ്ഞിട്ടില്ല. അതുപോലെ വിജനപ്രദേശത്തുണ്ടാക്കാനിടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. പക്ഷേ ഒറ്റപ്പെട്ട റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയുള്ള സഹായാർത്ഥന ഇസ്ലാമിലെ ഒരു അംഗീകൃത സമ്പ്രദായമാണെന്ന് പറയാവുന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പതിവായി ദിവ്യ സന്ദേശവുമായി എത്താറുണ്ടായിരുന്ന ജിബ്രീൽ എന്ന മലക്കിനോട് സഹായം തേടാൻ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളോട് നിർദ്ദേശിച്ചിട്ടില്ല. ഇനിയും തുടർന്നു പോവുകയാണ്. ഇപ്പൊ ആദ്യത്തിന് മറുപടി കൊടുത്തതാരാ? ചെറിയ മുണ്ടമാണ്. ചെറിയ മുണ്ടം ഒരിക്കലും KNM മെമ്പർ അല്ല. അപ്പൊ സഹോദരങ്ങൾ, ആദ്യങ്ങൾ മനസ്സിലാക്കണം, ഈ ഹദീസ് ഒരിക്കലും ചെറിയ മുണ്ടത്തിന് കുറ്റം പറയാൻ പറ്റൂല.
സുന്നികൾ എടുത്തുകൊണ്ടുവന്നപ്പോൾ മറുപടി പറഞ്ഞിട്ടേ ഉള്ളൂ, ഒരിക്കൽ നമ്മൾ കൊണ്ടുവന്നിട്ടില്ല. ഇത് ദുർബലമാണ്. നമ്മൾ കൊടുത്ത മറുപടി 3 എണ്ണമാണ് ഇതിന്. ഒന്ന്, മുസ്ലിയാരെ ഇത് ദുർബലമാണ്, ഒരിക്കലും തെളിവിന് പറ്റുകയില്ല. ഇനി അവർ വീണ്ടും ചോദിക്കും, എന്നാൽ ഇന്ന ഇമാമിങ്ങളൊക്കെ ഇത് വെച്ച് അമല് ചെയ്തു എന്നുണ്ടല്ലോ, അപ്പോൾ അവർ മുശ്രിക്കായോ? എന്നാൽ നമ്മൾ പറയുമെന്ത്? നിങ്ങൾ പറയുന്ന ഇസ്തിഗാസക്ക് എന്താണ്? നിങ്ങൾ പറയുന്ന ഇസ്തിഗാസ മുഹ്യദ്ദീൻ ശൈഖിനെ കാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ എന്നിങ്ങനെ വിളിച്ചു പ്രാർത്ഥിക്കുവാനുള്ള, സഹായം തേടുവാനുള്ള അവരുടെ അർവാഹുകൾ ഈ മരുഭൂമിയിൽ ചൂരി ചുറ്റുന്നുണ്ട് എന്ന് വിചാരിച്ച് അതിനെ വിളിക്കുന്ന ആ സഹായാർത്ഥനക്കുള്ള തെളിവായി ഇത് ഉദ്ധരിക്കാൻ കഴിയില്ല. അതിനുള്ള തെളിവ് ഇതിലില്ല എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതെന്താണ് എന്ന് ചെറിയ മുണ്ടം ഇതിൽ വ്യക്തമാക്കുകയും ചെയ്തു. അതുകൊണ്ട് സഹോദരങ്ങൾ, ഇനി അതും പറഞ്ഞ് നടക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. 980-കൾക്ക് ശേഷം ചെറിയ മുണ്ടമാണ് ഇത് ആദ്യം പറഞ്ഞത്. 2004-ലാണ് നമ്മുടെ വേദിയിൽ, നമ്മുടെ മണ്ണാർക്കാട് സംവാദത്തിൽ ഞാനും ഉണ്ടായിരുന്നു. ആ സംവാദത്തിന്റെ സദസ്സിൽ ഒരു കേൾവിക്കാരനായിക്കൊണ്ട് അവിടെ വെച്ചുകൊണ്ട് ആ അലവി സഖാഫി ഇതേ ചോദ്യം ചോദിച്ചപ്പോൾ ചെറിയ മുണ്ടം കൊടുത്ത ഇതേ മറുപടിയാണ് അന്ന് നമ്മൾ കൊടുത്തത്. ബഹ്റൈനിൽ വെച്ച് ബഹുമാനായ ഹുസൈൻ സലഫിയോട് ഇതേ ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹവും കൊടുത്ത മറുപടി ഇത് തന്നെയാണ്. ബഹ്റൈനിലല്ല, ഷാർജയിൽ, ബഹ്റൈനിൽ വെച്ചുകൊണ്ട് ആ അനസ് മൗലവിയോട് ഇതേ ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹവും ഈ രൂപത്തിൽ തന്നെയാണ് മറുപടി കൊടുത്തത്. ജിദ്ദയിൽ വെച്ച് നമ്മുടെ ഒരു പ്രവർത്തകൻ ഇതാ സുന്നികൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് ബഹുമാനായ അബ്ദുറഹ്മാൻ സലഫിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹവും വിശദമായി ഈ രൂപത്തിൽ തന്നെയാണ് മറുപടി പറഞ്ഞത്. അതിനുശേഷം ജാമിയ നദവിയിൽ നമ്മുടെ കുട്ടികൾ ചോദിച്ചപ്പോൾ അവിടെയും ഇത് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ 2011 വരെ ഈ വിഷയത്തിൽ നമ്മൾ എന്താണോ പറഞ്ഞത് അത് മാത്രമേ സഹോദരങ്ങളെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിന്റെ പേരിലാണ് എന്നിട്ട് തേടാം എന്നൊരു നൂതന വാദം കൊണ്ടുവരുന്നു എന്നുള്ള രൂപത്തിൽ സഹോദരങ്ങളെ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ആ വിഷയത്തിന്റെ അവസാനത്തൊരടപ്പ് എന്നുള്ളവർക്ക് ഞാൻ പറയട്ടെ സുഹൃത്തുക്കളെ, നോക്കൂ, നിങ്ങൾ നേരത്തെ ഞാൻ വായിച്ച ബഹുമാനപ്പെട്ട നമ്മുടെ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആ പുസ്തകത്തിൽ തന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞതെന്താ? ഇത് ഒരിക്കലും മുജാഹിദുകളുടെ ആ വാദമാണെന്നല്ല, അവർ പ്രചരിപ്പിക്കുന്നതാണെന്നല്ല, അതൊരാരോപണം മാത്രമാണ്, ശത്രുക്കളുടെ ആരോപണം മാത്രമാണ്. സാന്ദർഭികമായി ഒരു കാര്യം ഇവിടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. തൗഹീദി പ്രബോധന രംഗത്ത് മുജാഹിദ് പ്രസ്ഥാനം നടത്തിയ മുന്നേറ്റത്തിന് മുമ്പിൽ പകച്ചു നിന്ന പൗരോഹിത്യം ഓരോ കാലത്തും പുതിയ അടവുകളും ദുർവ്യാഖ്യാനങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മുന്നിൽ വെച്ച് പൂർവികരുടെ മാർഗത്തിലേക്ക് മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളെ ക്ഷണിച്ചപ്പോൾ ഖുർആൻ ദുർവ്യാഖ്യാനിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ വാലും തലയും മുറിച്ച് വികൃതമാക്കി ജനസമക്ഷം അവതരിപ്പിച്ചും പിടിച്ചു നിൽക്കാൻ പൗരോഹിത്യം ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ അല്ലാഹുവിന്റെ പ്രകാശം ഊതിക്കെടുത്തുവാനുള്ള വിഫല ശ്രമം മാത്രമായി അവകലാശിച്ചു. ഇത്തരം ശ്രമങ്ങളുടെ ഒടുവിലത്തെ ഉദാഹരണമാണ് മുജാഹിദുകൾ ജിന്നുകളോട് സഹായം തേടാമെന്ന് വാദിക്കുന്നവരാണെന്ന ആരോപണം സുഹൃത്തുക്കളെ, ഇതോട് ഈ വിഷയത്തിൽ ഇനി ഒന്നും ആർക്കും പറയാൻ കഴിയില്ല. കാരണം ഒരിക്കലും മുജാഹിദുകൾ ആരും തന്നെ ഒരു ദുർബല ഹദീസ് എടുത്തുകൊണ്ടുവന്നിട്ടില്ല. അത് കൊണ്ടുവന്നപ്പോൾ അതിന് മറുപടി പറയുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ആരോപണം കൊണ്ടുവരുന്നത് എന്തൊക്കെ കൊണ്ടുവരും? മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചുള്ള ആരോപണം നിങ്ങൾക്കറിയില്ലേ? നമ്മൾ പറഞ്ഞു മുഹ്യിദ്ദീൻ ശൈഖിനെ കാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ പാടില്ല. ഇത് പറഞ്ഞപ്പോ എന്താ ആരോപണം? ദാ കണ്ടോ, പിന്നെ പണ്ഡിതന്മാരെ മഹാന്മാരെ ആദരിക്കാത്തവരാണ് മുജാഹിദീങ്ങൾ. അങ്ങനെയാണോ സംഭവം? ഒരിക്കലുമല്ല. നമ്മൾ പറഞ്ഞു നിയ്യത്ത് എന്ന് പറഞ്ഞാൽ പറയാനുള്ളതല്ല, മനസ്സിൽ കരുതാനുള്ളതാണ്. എന്താ ആരോപണം? മുജാഹിദീങ്ങൾക്ക് നിയ്യത്തില്ല, ബറാത്ത് നോമ്പില്ല എന്ന് നമ്മൾ പറഞ്ഞു, മിഹ്റാജ് നോമ്പില്ല എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ തിങ്കളാഴ്ച നോമ്പുണ്ട്, വ്യാഴാഴ്ച നോമ്പുണ്ട്, അയ്യാമുൽ ബീദിന്റെ നോമ്പുണ്ട്. പക്ഷെ ആരോപണം എന്താ? ഇവർക്ക് സുന്നത്ത് നോമ്പില്ല. ഇല്ലാത്ത നോമ്പ് പറഞ്ഞതിന്റെ പേരിൽ സുന്നത്ത് നോമ്പില്ല. അതുപോലെ നമസ്കാരം കഴിഞ്ഞാൽ കൂട്ടുപ്രാർത്ഥന പാടില്ല, സ്വന്തം ഇരുന്ന് പ്രാർത്ഥിക്കണം, ദിക്ർ ചെല്ലണം. പക്ഷെ ആരോപണം എന്താ? ഇവർക്ക് ദുആയില്ല, ഇവർക്ക് നിസ്കാര ശേഷം പ്രാർത്ഥനയില്ല, മരണത്തിന് ശേഷം തൽക്കീൻ പാടില്ല, തസ്ബീത്ത് ഉണ്ട്. എന്താ വർത്താനം? പോത്തിനെ കുഴിച്ചിട്ട് വിടണ മാതിരി കുഴിച്ചിട്ട് കണ്ടു പോരും. അവർക്ക് ദുആയില്ല, പ്രാർത്ഥനയില്ല. അതുപോലെ തന്നെ മരിച്ചു കഴിഞ്ഞാൽ മരിച്ചിടത്ത് ഓതാനുള്ളതല്ല യാസീൻ,
ജീവനുള്ളവർക്ക് ഓതിക്കൊടുക്കാനാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ യാസീനെ ബഹുമാനിക്കാത്തവരാണെന്നാണ് അവരുടെ ആരോപണം. അതുപോലെ ഖബറിനടുക്കൽ പോയി സുജൂദ് ചെയ്യാൻ പാടില്ല, ഉറൂസ് നടത്താൻ പാടില്ല. എന്നാൽ ഖബർ സന്ദർശിക്കാം, ഖബറാളിക്ക് വേണ്ടി അള്ളാഹുവോട് പ്രാർത്ഥിക്കാം, ആ ഖബർ സന്ദർശിച്ച് പരലോകത്തെ ഓർക്കാം. ഇത് മുജാഹിദുകൾ പറഞ്ഞു. ഉറൂസ് പാടില്ല, സുജൂദ് പാടില്ല എന്ന് പറഞ്ഞപ്പോ കണ്ടോ, ഇവർക്ക് ഖബർ സിയാറത്തില്ല. ആരോപണത്തിന്റെ രീതി അങ്ങനെയാണ്. പ്രവാചകന്റെ ജന്മദിനം നടത്തിക്കൊണ്ടല്ല സ്നേഹിക്കേണ്ടത്, പ്രവാചകനെ ഇത്തിബാ ചെയ്തുകൊണ്ടാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ പ്രവാചകനോട് സ്നേഹമില്ലാത്തവരാണ്. സാമൂഹ്യക്ഷേമ പ്രവർത്തനം നടത്തി മറ്റുള്ളവരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്ന രൂപം ഇസ്ലാമിലില്ല. എന്നാൽ സാമൂഹ്യക്ഷേമ പ്രവർത്തനം എല്ലാവരും ചെയ്യൽ നിർബന്ധമാണ്, അതൊരു ചൂണ്ടയാക്കാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞതിന്റെ പേരിൽ മടവൂരികൾ ആരോപിക്കുന്നു, ഇതാ KNM-കാർക്ക് സാമൂഹ്യക്ഷേമ പ്രവർത്തനം ഇല്ല. അതുപോലെ നമ്മൾ പറഞ്ഞു സിഹിർ ബാധയുണ്ട്, എന്നാൽ ഒരിക്കലും അത് തിരിച്ചു ചെയ്യാൻ പാടില്ല. അത് തിരിച്ചു ചെയ്ത് കഴിഞ്ഞാൽ അത് കുഫ്റാണ്, അത് ശിർക്കാണ്. പഠിക്കന്മാരടുത്ത് പോകാൻ പാടില്ല, ജ്യോത്സ്യന്മാരടുത്ത് പോകാൻ പാടില്ല. എന്നാൽ അതിന് ഹഖീഖത്തുണ്ട്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ വിശുദ്ധ ഖുർആനിലും പ്രവാചക വചനങ്ങളിലുമുള്ള പ്രതിവിധിയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞപ്പോ എന്താ ആരോപണം? ഇതാ സിഹിറിന്റെ ആൾക്കാരാണ്. സുഹൃത്തുക്കളെ നോക്കി, നിങ്ങൾ 10 വർഷം പുറത്തു നിന്ന് പറഞ്ഞിട്ട് വിജയിക്കാത്ത കാര്യം ഇവനെ കൊണ്ട്, ഇവന്റെ പേര് വെച്ച് ISM സംസ്ഥാന നിർവാഹക സമിതി എന്ന് പേര് വെച്ചുകൊണ്ട് ഒരു പുസ്തകം, അന്ധവിശ്വാസത്തിലേക്ക് ഒരു പിൻവിളി എന്ന പേരിൽ ഒരു പച്ചച്ചട്ടയുള്ള പുസ്തകം ഇറക്കി. എന്നിട്ട് നമ്മുടെ സംഘടനയുടെ അവന് കിട്ടാവുന്ന ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് അവൻ കൊടുത്തു, പല സ്ഥലത്തും കൊടുത്തു. ഒലവക്കോട് നിന്നും ആ സമയത്ത് ഒരു പ്രവർത്തകൻ എന്നെ വിളിച്ചു, ഇതാ ഒരു ബണ്ടിൽ പുസ്തകം ഇവിടെ വന്നിട്ടുണ്ട്, എനിക്ക് പരിചയമുള്ള കോഴിക്കോട്ടുള്ള നമ്മുടെ പ്രവർത്തകനാണ് ഇതാ കൊടുത്തയച്ചത്, എന്നിട്ട് എല്ലാവർക്കും കൊടുക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് എന്ത് ബുക്കാ, നമ്മൾ അറിയണ ബുക്കാണോ? ISM-ന്റെ പേരിലാണ് ഈ പുസ്തകം ഉള്ളത്. ഞാൻ പറഞ്ഞു നമ്മൾ അറിയില്ല, ആരാണ് ചെയ്യുന്നത് അന്വേഷിക്കണം, ഒരിക്കലും നിങ്ങൾ ഇത് കൊടുക്കേണ്ടതില്ലെന്ന് പറഞ്ഞു. എന്നാൽ അങ്ങനെ വ്യാപകമായി കൊടുത്തു. മാത്രവുമല്ല, 2ാം പതിപ്പിറക്കി. അതിറക്കിയിട്ട് എന്ത് ചെയ്തു? മടവൂർ വിഭാഗത്തിന്റെ സംസ്ഥാന ക്യാമ്പയിനിന്റെ ഉദ്ഘാടന വേദിയിൽ വെച്ച്, ബഹുമാനായ ഉസൈൻ മടവൂർ അടക്കമുള്ള വേദിയിൽ വെച്ചുകൊണ്ടാണ് ഇതിന്റെ പ്രകാശനം നടത്തിയത്. അപ്പൊ ആ കൂട്ടുപെട്ട് എന്ന് മനസ്സിലായോ? ആ ബന്ധം മനസ്സിലായില്ലേ? അവിടെ വെച്ച് പ്രകാശനം നടത്തി. ദുഃഖകരമെന്ന് പറയട്ടെ, അതിന് അവതാരിക എഴുതിയത് അബ്ദുറഹ്മാൻ ഇരിവേറ്റി എന്ന് പറയുന്ന ഇന്ന് നമ്മുടെ സംഘടനയ്ക്ക് പുറത്തു നിൽക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അതേ ആശയമുള്ള ആളുകളെ തെരഞ്ഞുപിടിച്ച് അതേ കാര്യം ഇവരുടെ നാവിലൂടെ ഇതിന്റെ ഉള്ളിൽ പ്രചരിപ്പിച്ചു. അവിടെയും നിർത്തിയില്ല. നേരത്തെ പറഞ്ഞ ഡോക്യുമെന്ററി നമ്മുടെ സ്വാത്വികരായ ചില പണ്ഡിതന്മാരെ തെരഞ്ഞെടുത്തുകൊണ്ട് അവരുടെ വീടുകളിലും ഓഫീസുകളിലും കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു, ലാപ്ടോപ്പിലിട്ട് കാണിച്ചു കൊടുത്ത് തെറ്റിദ്ധരിപ്പിക്കാനും ശ്രമിച്ചു. ഓക്കെ, ഇങ്ങനെ ഒരു ഉള്ളിലേക്ക് കടന്നുകൊണ്ടുള്ള ഒരു ചാരപ്പണി, ഇവൻ ചാരനാണ് എന്ന് നിലമ്പൂരിൽ കൂടിയ നമ്മുടെ ജംഇയ്യത്തുൽ ഉലമയുടെ യോഗത്തിൽ വെച്ച് പ്രഖ്യാപിക്കുകയും ചെയ്ത വ്യക്തിയാണ്. ഇന്ന് അയാൾ എവിടെ അറിയോ? ഇന്ന് മടവൂരിസത്തിൽ ഈ കഴിഞ്ഞ ഒരു 4 ആഴ്ച മുമ്പ് ഞങ്ങളുടെ നാട്ടിൽ ഒരു ഓഡിറ്റോറിയം ഉണ്ട്, സന ഓഡിറ്റോറിയം. അവിടെ വെച്ച് അവരുടെ പാലക്കാട് സമ്മേളനത്തിന്റെ പ്രചാരണ യോഗത്തിൽ വെച്ച് അവൻ സംസാരിച്ചു. അപ്പൊ ചാരപ്പണിക്കാർ അവരെ പണി കഴിഞ്ഞ പിന്നെ ഒരു പോണ്ടോടത്ത് പോകും. ഇതാണ് ഇപ്പൊ ഉണ്ടായത്. അതാണ് ഇത് 2ാമത് ഇതിന്റെ ഉള്ളിലേക്ക് തിരിച്ചു വരാനുള്ള കാരണം. അഥവാ പുറത്തുനിന്ന് പറഞ്ഞിട്ട് ഏശായിട്ട് ഉള്ളിലൂടെ ഇതിനൊരു ചാരപ്പണി എടുത്തു എന്നതാണ് സഹോദരങ്ങളെ ഇവിടെ നടന്നിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ചാരപ്പണിക്കാരെ നമ്മൾ തിരിച്ചറിയേണ്ട അവസാന സമയങ്ങളാണ് സഹോദരങ്ങളെ കടന്നു പോകുന്നത്. എനിക്ക് എന്റെ ബഹുമാനരായ ഉപ്പമാരോടും രക്ഷിതാക്കളോടുമാണ് അല്പം ഗൗരവത്തോടു കൂടി ആ കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്. ഇവരെ തിരിച്ചറിയണം. ആരാന്നറിയോ? ഇത് 3 കൂട്ടരേ ഉള്ളൂ, അധികമൊന്നുമില്ല. നിങ്ങൾ വിചാരിക്കണം അധികമൊന്നുമില്ലത്. 3 കൂട്ടർ. ആരറിയോ? ഈ ഒരു 2 വർഷത്തിനുള്ളിൽ മടവൂരിസത്തിൽ നിന്ന് മാറി എന്ന് പറഞ്ഞ് ഇതിലേക്ക് വന്ന ചില ആളുകൾ, എല്ലാരും ഞാൻ പറയുന്നത്, ചിലർ ഇൻഷാ അല്ലാഹ് കുറച്ച് കഴിഞ്ഞ അവരുടെ പേര് നമുക്ക് പറയാൻ പറ്റും. ചിലർ അവർ വന്നത് ഈ പുസ്തകത്തിന്റെ അണിയറ പ്രവർത്തനങ്ങൾ തുടങ്ങി ഇവർ ഫോൺ ബന്ധങ്ങൾ തുടങ്ങിയ കാലഘട്ടത്തിൽ കടന്നു വന്നവരാണ്. അവർ വന്നത് എന്തിനാന്ന് കൃത്യമായിട്ട് മനസ്സിലാകുന്നത്. കാരണം ഇതിന്റെ ഉള്ളിൽ ഇതിനനുസരിച്ച് ഒരു അവസ്ഥ നടക്കുന്നുണ്ടെന്ന് വന്നപ്പോൾ വേഗം ഇങ്ങോട്ട് ചേക്കേറിയവരാണ്. അവരാണ് ഇന്നത് നടത്തുന്ന ഒരു കൂട്ടർ. 2ാമത്തെ കൂട്ടരോ ഈ പ്രസിഡന്റായ കാലത്ത് ന്യൂട്രായി ഞാൻ ഒന്നിനുമില്ലോ എന്നും പറഞ്ഞ് നടന്ന കുറച്ച് ആൾക്കാരുണ്ട് നാട്ടിൽ. അവരാണ് ഇപ്പൊ ഇതും പിടിച്ചടക്കി അതിന്റെ പ്രവാചകരായി വന്നിട്ടുള്ളത്. പിന്നെ വളരെ കുറച്ച് ആളുകൾ ഈ തെറ്റിദ്ധാരണയിൽ കുടുങ്ങിയ നമ്മളെ ചില നാട്ടിലെ ചില പ്രാദേശികമായ ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് അവരിതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കി അവർ തിരിച്ചു വരികയും ചെയ്യും. അതിൽ യാതൊരു സംശയമല്ല. അവസാനം ഇവർ മാത്രം ഒറ്റപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ്. അതാണ് സഹോദരങ്ങളെ ഞാൻ അവരെ തിരിച്ചറിയണം. ഇനി ഇവരെ രീതിയും കൂടി നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. എങ്ങനെയാണ് നമ്മളെ ഭിന്നിപ്പിക്കാൻ അവർ
ശ്രമിക്കുന്നത് എന്ന രീതി കൂടി നിങ്ങളെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നത്തെ നമുക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് തുടച്ചു മാറ്റി കഴിഞ്ഞ 10 വർഷമല്ല, കഴിഞ്ഞ ഒരു നൂറ്റാണ്ടായി ഒത്തൊരുമയോടുകൂടി നമ്മൾ എങ്ങനെ മുന്നോട്ട് പോയോ അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അവർ സ്വീകരിക്കുന്ന രീതി എന്താ അറിയോ? പുറത്തുനിന്ന് അവർ ശ്രമിച്ചിട്ട് കഴിയാത്തൊരു കാര്യം എന്താണ്? ഒന്ന്, KNM, ISM, MSM, MGM ഇത് ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച നാളുകളാണ് കഴിഞ്ഞ കാലഘട്ടം. അതുകൊണ്ടാണ് എല്ലാ പരിപാടികളും വിജയിച്ച് മുന്നോട്ട് പോയതൊക്കെ. ഇതിനെ തമ്മിൽ തെറ്റിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഒരാലോചന അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഉണ്ടായ പ്രശ്നം, ഈ വൈജ്ഞാനിക വിഷയത്തിലുണ്ടായ പ്രശ്നം, ഈ പ്രശ്നത്തെ എങ്ങനെയെങ്കിലും കഴിഞ്ഞ 10 കൊല്ലം മുമ്പുണ്ടായ പോലെ ഇതാ KNM, ISM പ്രശ്നാട്ടോ, പണ്ടത്തെ പോലെ ചെറുപ്പക്കാർ ഇപ്പോഴും പ്രശ്നമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ എന്നൊന്ന് വരുത്തി തീർത്താൽ നമ്മുടെ സാത്വികരായ കാരണവന്മാരൊക്കെ 10 കൊല്ലം മുമ്പുള്ള പണി ഇനിയും തുടങ്ങിയോ, നടക്കൂല, ആരായന്റെ ആൾ അസറഫോ, ആരായന്റെ ആൾ താജുദ്ദീനോ, ഓലെ വെച്ചേക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇറങ്ങും. കാരണം അത്രക്കുള്ള ചൂടുവെള്ളത്തിൽ ചാടിയാൽ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുന്നു പറഞ്ഞില്ലേ. അതുകൊണ്ട് അവര് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് ഇതൊക്കെ തമ്മില് ആകെ പ്രശ്നമാണ് എന്ന് വരുത്താൻ വേണ്ടി ഈ പറഞ്ഞ വിഭാഗം, ഈ ചാരപ്പണിയുടെ ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു രീതി അതാണ്. രണ്ടാമത്തെ രീതി എന്താ അറിയോ? സമ്മേളന പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഈ സമ്മേളന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോ സ്വാഗത സംഘം ഒന്നും അറിയാതെ ഓരോ പ്രദേശത്ത് ഇത്തരം ആൾക്കാർ വന്നുകാണ്ട് പോസ്റ്റ് ഒട്ടിക്കുക, അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. എനിക്ക് പരിചയമുള്ള പ്രദേശങ്ങളുണ്ട്. അവിടെ ഒരു ദിവസം നോക്കുമ്പോ നമ്മളെ സ്വാസംഘത്തിനുള്ള പബ്ലിസിറ്റി വകുപ്പുണ്ട്, അതുപോലെ പിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇവരാരും അറിയാതെ ഒരു ബോർഡ് ഉണ്ടാവും. ഇതാരെ വെച്ച്? ഇത് ഞങ്ങള് ആര് ഇപ്പോഴും മെമ്പർമാരാകാത്തവർ, ഇപ്പോഴും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ KNM മെമ്പർമാരായിട്ടില്ല. ബഹുമാനായ AP അബ്ദുൽ ഖാദർ മൗലവിയെ കുറിച്ച് കള്ളുകുപ്പി ഇതാ ജാമിയ സലഫിയുടെ വളപ്പിൽ കൊണ്ടുവരാൻ അനുവാദം നൽകിയവരാണെന്ന് നീല പുസ്തകത്തിൽ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത് നാട് മുഴുവൻ നടക്കുകയും അവസാനം പുറത്തുനിന്ന് എതിർത്തിട്ട് തകരുകയില്ലെന്ന് പറഞ്ഞ് മനസ്സിലായപ്പോ ഇതിന്റെ ഉള്ളിൽ കയറിയിട്ട് ഇപ്പോ ഇതിന്റെ ബോർഡ് കെട്ടിയ KNM ആകുന്ന വിചാരിച്ച് എന്നിട്ടൊരു ആരോപണം ഇവിടെ ഉള്ളവരൊന്നും പിന്നെ സമ്മേളന പ്രവർത്തനം ഒന്നും ചെയ്യണില്ല, അതുകൊണ്ട് ഞങ്ങളത് ചെയ്യാണ്. അവനാന്റെ വാപ്പ, അവനാന്റെ ഉമ്മ, അവനാന്റെ ഭാര്യ, അവനാന്റെ കുട്ടികള് അവർക്ക് എന്തെങ്കിലും അസുഖം വന്ന അയൽവാസി വന്നുകൊണ്ട് നിങ്ങളൊക്കെ മാറി നാണ് ഞാൻ ആശുപത്രി കൊണ്ടുപോകാൻ നടക്കൂല സഹോദരങ്ങളെ. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പണി. ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളൂ, കഴിഞ്ഞ 10 വർഷം ഇവിടെയുള്ള ഓരോ പ്രവർത്തനങ്ങളും ആരാണോ വിജയിപ്പിച്ചത് അവര് തന്നെ ഇൻഷാ അല്ലാഹ് 2008 സമ്മേളനവും വിജയിപ്പിക്കുമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അല്ലാതെ ഈ 10 കൊല്ലം ഇത് അന്ധവിശ്വാസത്തിലേക്കും പോയി എന്ന് പറഞ്ഞ് പൂച്ച പാല് കുടിക്കുന്നത് പോലെ കണ്ണടച്ച് പാല് കുടിച്ച് കഴിഞ്ഞ 10 വർഷത്തെ ഒരിക്കലും തമസ്കരിച്ചുകൊണ്ട് ഇതിന്റെ ആൾക്കാരായി ഇതിന്റെ ഉള്ളിലേക്ക് നുഴഞ്ഞു കയറാൻ അനുവദിക്കുകയില്ല എന്ന് മാത്രമേ എനിക്ക് അത്തരം സുഹൃത്തുക്കളോട് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാനുള്ളൂ. പിന്നെ അവരുണ്ടാക്കുന്ന തസ്ബീഹ് എന്താ അറിയോ? ഇതുവരെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്ന എല്ലാ പ്രഭാഷകന്മാരെ പറ്റിയും ഒരു മുൻവിധി ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. നമ്മളൊരു പ്രവർത്തകനെ വിളിച്ച് അവരെ സജീവനായ ഒരു മടവൂരി ഒരു സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഉണ്ടായിരുന്ന ആള് വിളിച്ചു പറഞ്ഞ കാര്യം എന്താ? ചോദിക്കുക, എണ്ണ എടുക്കുക. എന്താ എണ്ണ എടുക്കണേ അറിയോ? അല്ല, എന്താ MM അക്ബറിന്റെ നിലപാട്, എന്താ ഹുസൈൻ സലഫിന്റെ നിലപാട്, എന്താ MSMന്റെ നിലപാട്, എന്താ ISMന്റെ നിലപാട്? ആരാ ചോദിക്കണേ? ഇയാള് കൂടെ പറയണത് എങ്ങനെയുണ്ട്? ഇപ്പോ 10 കൊല്ലം ഞങ്ങൾക്ക് മറുപടി പറഞ്ഞ ആൾക്കാരെ ഞങ്ങൾ തിരുത്തി പറയിച്ചില്ലേ? ഇപ്പൊ എങ്ങനെയുണ്ട്? ഇതാവും ചോദിക്കണത്. ഇനി നിങ്ങളെ ആരൊക്കെയാണ് ഓരോരുത്തരുടെ നിലപാടും നോക്കിയിട്ട് ഞങ്ങൾ നിങ്ങളെ ചേരിതിരിക്കും. അത് മനപ്പായസം ഉണ്ടാ മതി. അത്യാവശ്യം ബോധമുള്ളവരാണ് മുജാഹിദീങ്ങൾ എന്ന് മനസ്സിലാക്കണമെന്ന് എനിക്ക് അവരോട് സൂചിപ്പിക്കുവാനുള്ളൂ സഹോദരങ്ങളെ. ഒരിക്കലും തന്നെ എന്നിട്ട് എന്ത് ചെയ്യാ, ഇവിടെ ഉള്ള ആൾക്കാരങ്ങട്ട് അവരിങ്ങട്ട് പാർട്ടി തിരിക്കുക, എന്നിട്ട് നിങ്ങളും ഞങ്ങളും ഇതിന്റെ ഉള്ളിൽ രണ്ടാക്കുക. ഇപ്പൊ സമ്മേളനത്തിന് ആരെങ്കിലും വിളിച്ചാല്, പ്രഭാഷണത്തിന് വിളിച്ചാ ഓനെ വിളിക്കാൻ പാടില്ല. ആരാ പറയുന്നത്? ഇത്ര ആൾക്കാര് നടക്കൂല. എങ്ങനെ? എന്നിട്ട് ആരോപണം എന്താ? ജിന്നിന്റെ കാര്യമാണ് നേരത്തെ പറഞ്ഞ്. ആരും ഇവിടെ ജിന്നിനോട് സഹായം തേടാമെന്ന വാദിക്കുന്നില്ല സഹോദരങ്ങളെ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ല എന്റെ വസ്തുത. അതിലുള്ളത് അത്രേ ഉള്ളൂ, അതിലപ്പുറം ആരുമില്ല. വെറുതെ പറഞ്ഞു വലിച്ചു കീട്ടി ഈ മുജാഹിദുകളെ തമ്മിൽ തെറ്റിക്കാൻ ഒരാളെയും അനുവദിക്കുകയില്ല എന്ന് മാത്രമേ അതിന് നിങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. KNM എന്താ നിങ്ങൾ വിചാരിച്ച്? KJ എന്താ നിങ്ങൾ വിചാരിച്ച്? നിങ്ങൾ 4 ആളിനുള്ളിലേക്ക് നുഴഞ്ഞു കയറിയാൽ അതിനനുസരിച്ച് തീരുമാനമെടുക്കുന്ന ഒരു പണ്ഡിത സംഘടനയാണ് KJU എന്ന് വിചാരിച്ചോ? അതിനനുസരിച്ച് തീരുമാനമെടുക്കുന്ന ഒരു സംഘടനയാണ് KNM എന്ന് വിചാരിച്ചോ? ഒരിക്കലും സാധ്യമല്ല. ബഹുമാനായ AP അബ്ദുൽ ഖാദർ മൗലവി അല്പം ആരോഗ്യത്തിന് ക്ഷീണമുണ്ട് എങ്കിലും ഒരിക്കലും അതിന് അനുവദിക്കുകയില്ല എന്നാണ് എനിക്ക് ആ കാര്യത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. നിങ്ങൾ ഇന്ന് കയറി വന്നുകാണ്ട് അവനൊക്കെ ജിന്നാട്ടോ എന്ന് കട്ടുമുറിച്ച ക്ലിപ്പുമായി ഒരിക്കലും പറഞ്ഞാൽ അത് സമ്മതിക്കുകയില്ല എന്ന് മാത്രമേ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട്
എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. എന്താ അത് പറയാൻ കാരണം എന്നറിയോ? ഇത് പറഞ്ഞ് എവിടെ എത്തിയെന്നറിയോ? ഞാൻ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ പീസങ്ക ഇങ്ങനെ പറയുന്നത്. പറയാൻ കാരണം എന്താ അറിയോ? ഒരു 4 ആഴ്ച മുമ്പ് ഞങ്ങളുടെ നാട്ടിലൊരു വലിയ പള്ളിയുണ്ട്. ഏകദേശം 1000-ഓളം ആളുകൾ പങ്കെടുക്കുന്ന ഒരു പള്ളിയാണ്, തറവാട് പള്ളിയാണ്. അവിടെ ഞാൻ ഖുത്ബ പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ വായിച്ച ഹദീസ് ഉണ്ട്, ആ തമീം ഗോത്രത്തിലെ ആള് വന്ന ഹദീസ്, അത് വായിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, വിജനപ്രദേശത്താകട്ടെ എവിടെ ആകട്ടെ അള്ളാഹിനോടെ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, സഹായം തേടാൻ പാടുള്ളൂ, ജിന്നെ കാക്കണേ മലക്കെ കാക്കണേ എന്ന് വിളിക്കാൻ പാടില്ല. ഇത് പറഞ്ഞ് ഖുത്ബ കഴിഞ്ഞിറങ്ങിയപ്പോ കുറെ മടവൂരികൾ വന്ന് കൈ തന്നു. പിന്നെ നമ്മളെ വളരെ സ്നേഹമുള്ള ചില ആൾക്കാർ വന്നിട്ട് പറയാം, അൽഹംദുലില്ലാഹ് സമാധാനായി. എന്തേ അപ്പൊ നിങ്ങൾക്ക് ഈ നിലപാടില്ലേ? ഏത് നിലപാട്? അല്ല ഈ ജിന്നിനോടൊക്കെ സഹായം തേടാന്നൊക്കെ ഉള്ള ഒരു നിലപാട്? ഞാൻ പറഞ്ഞു ഇല്ല. ആരെങ്ങളോട് പറഞ്ഞു? അല്ല അങ്ങനെ ഒരു വർത്താനത്തിലൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ കുറെ. ഇപ്പൊ ഇന്ന് രാവിലെയും കൂടി ഞങ്ങൾ തർക്കിച്ചിട്ടുള്ളൂ, നിങ്ങൾക്ക് ആ വാദം ഉണ്ടായിരുന്നുണ്ട്. ഇപ്പൊ അൽഹംദുലില്ലാഹ് റാഹത്തായി. അപ്പൊ അത് കഴിഞ്ഞാണ്ട് നേരെ അടുത്ത മുത്തവല്ലിയുണ്ട്, അദ്ദേഹത്തിന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയി. അയാൾ 2 കൈയും പിടിച്ച് പിടിക്കുക. ഹൗ സമാധാനം, എന്നെ മെമ്പർമാർ കയറ്റിയപ്പോ ഞാൻ ആ ഘട്ടങ്ങാറ എന്താകുക മനസ്സിലായി. എന്താ കഥ? അതായത് ഇത് ഒരാളെ പറ്റിയല്ല. നേരത്തെ ആരിസ് മൗലവി പറഞ്ഞില്ലേ, അയാൾ മൂപ്പരെ വീട്ടിൽ ഇപ്പം മനുഷ്യന്മാർക്ക് വരാൻ പറ്റാത്ത കോലത്തിൽ പറഞ്ഞു വന്നു, ജിന്ന് നടക്കണ വീടാണ്, ആൾക്കാരാണ്. ഇത് പറയണ ചില്ലറക്കാരല്ല. എന്താ കഥ? ഒരു നാട് മുഴുവൻ അങ്ങനെ എല്ലാ മുജാഹിദ് പ്രസ്ഥാനത്തിലെ പ്രഭാഷകന്മാരൊക്കെ ഒരൊറ്റ സുപ്രഭാതത്തിലാണ് പിന്നെ ജിന്നിനോട് സായം തരുന്ന ആൾക്കാരായി മാറും. ഇത് പ്രചരിപ്പിക്കുക, എന്നിട്ട് ഇവിടെ ഗ്രൂപ്പാക്കുക. സഹോദരങ്ങളെ, അതുകൊണ്ടാണ് ഞാൻ അത് പറയാനുള്ള കാരണം. എന്നിട്ട് പ്രോഗ്രാമിന് വിളിക്കരുത് എന്ന് പറയാം അല്ലേ? പിന്നെ ഞാൻ ഈ വായിച്ച KJUവിന്റെ ഫത്വണ്ടല്ലോ, അത് ഈ അടുത്ത് ഇപ്പോ 4 ദിവസം മുമ്പ് ഞാനൊരു യോഗത്തിൽ വായിച്ചു. അപ്പൊ ഇതിൽ തെറ്റിദ്ധരിച്ച ഇപ്പൊ അടുത്ത കാലത്ത് ഇതിക്ക് വന്ന ഒരാള് പറയണ എന്തായാലും, ഈ ചെങ്ങായിക്ക് KNMന്റെ വേദിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വായിച്ചാ പോരത്. KNMന്റെ വേദിയിൽ നിന്ന് ഇറങ്ങി പുറത്ത് കറിഞ്ഞിട്ട് വായിച്ചാ പോരെ? 1000 കുതിരശക്തിയോടുകൂടി ഞാൻ ചോദിക്കുകയാണ്, കേരള നദ്വത്തുൽ മുജാഹിദീന്റെ 1ാമത്തെ സംസ്ഥാന പ്രസിഡന്റിന്റെ ഫത്വ വായിക്കാൻ KNMന്റെ വേദിയിൽ നിന്ന് ഇറങ്ങണമെന്ന് പറയുന്നവർ KNMനെ സംരക്ഷിക്കാനാണോ അതോ KNMന്റെ ആദർശത്തെ ചവിട്ടിപ്പൊളിക്കാനാണോ വരുന്നത്? അനുവദിക്കില്ല. KM മൗലവിയും ബഹുമാനായ അമാനി മൗലവിയും ഡോക്ടർ ഉസ്മാൻ സാഹിബും KP മുഹമ്മദ് മൗലവിയും അങ്ങനെ തുടങ്ങി AP അബ്ദുൽ ഖാദർ മൗലവി വരെയുള്ള ദീർഘദീർഘകളായ പണ്ഡിതന്മാരുണ്ടല്ലോ, അവർ ഇവിടെ എന്തൊരു കാര്യം പ്രബോധനം ചെയ്തുവോ ആ പ്രബോധനം അണ്ണമുറിയാതെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. KNMന്റെ വേദിയിൽ ഇത് പറയാൻ പാടില്ല എന്ന് ഈ സമയത്ത് കയറി വന്നുകൊണ്ട് ഈ ചാരപ്പണിയുടെ ആളുകൾക്ക് പറയാൻ ഒരിക്കലും തന്നെ മുജാഹിദുകൾ അതിനെ അനുവദിക്കുകയില്ല. എനിക്കത് മാത്രമേ അവരോട് സൂചിപ്പിക്കുവാനുള്ളൂ. പിന്നെന്താ അറിയോ ഇവർ ചെയ്യുന്ന വേറൊരു പരിപാടി? ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് അള്ളാഹിന്റെ സഹായം കിട്ടുന്ന പരിപാടി നമ്മുടെ വിജ്ഞാനത്തിന് പ്രാധാന്യം കൊടുത്തു എന്നുള്ളതാണ്. അതന്നെ അവർക്ക് സഹിക്കാത്ത കാര്യം. അവർക്ക് അതിനോട് കഴിയണില്ല. അവരെ ക്ലാസ്സിൽ ആള് വരുന്നില്ല അല്ലേ? ഈ മടവൂരികളുടെ ഒരു പ്രസംഗം കണ്ട് അവൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് എന്ത്, നിങ്ങൾ പരിപാടി വെച്ചാൽ കുറെ ആള് വരുന്നുണ്ട് വിചാരിച്ചു കണ്ട് നിങ്ങൾ ഇങ്ങനെ ഭയങ്കര ഇതാണ്, ആള് വരുന്നത് ഞങ്ങളെ പൗരണ്ടല്ല, വിജ്ഞാനം കൊടുക്കണോണ്ടാ. അതുകൊണ്ട് ഇവരിപ്പോ ചെയ്യണമെന്ന് വെച്ചാൽ ഈ വിജ്ഞാന സംരംഭങ്ങളെയൊക്കെ സംശയത്തിലാക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഉള്ളത്. QHLS അവിടെ ജിന്നാണ് പറയണത്, CRE അവിടെയും ജിന്നാണ് പറയണത്, വിജ്ഞാനവേദി ജിന്ന് പഠിപ്പിക്കാൻ തന്നെയാണ്, വിചാരവേദിയും അത് തന്നെയാണ്, ഇനി മദർസയും കൂടി അതാണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞു അല്ലേ? എന്നിട്ട് ഇതൊക്കെ ജിന്നാണ് എന്നും പറഞ്ഞ എവിടെ? ഞാൻ ഇപ്പൊ ഇവിടെ പറഞ്ഞു, ജിന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്? ജിന്നിനോട് സഹായം തേടാൻ പാടില്ല എന്നാ പറഞ്ഞു. ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കാന്നാ പറഞ്ഞു. അത് പറയാൻ QHLS പറ്റൂല. അതെവിടെയാകട്ടെ, മലയുടെ മുകളിലാണെങ്കിലും പുഴയിലാണെങ്കിലും കുളത്തിലാണെങ്കിലും മുഹ്യദ്ദീൻ ഷേഖെ കാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ എന്നതുപോലെ ജിന്നെ കാക്കണേ, മലക്കെ കാക്കണേ എന്ന് പറഞ്ഞ തനിച്ച ശിർക്കാണ്. ഇത് പറയാൻ QHLSന്റെ വേദി പറ്റൂല. ആര് പറഞ്ഞു? പിന്നെന്തിനാ QHLSന്റെ വേദി? അപ്പോൾ ഇതിനെയും സംശയത്തിലാക്കി അതും എങ്ങനെയെങ്കിലും ഒക്കെ ഇല്ലാതെ എന്തിനാന്നറിയോ? വേറൊരു മാർഗമുണ്ട്. ഒന്ന് QLSലേക്ക് ആള് പോകാൻ. അതാണ് ഒന്ന്. ഒഴിവാക്കിയുണ്ടല്ലോ അവിടെ. വേറൊന്നെന്താ അറിയോ? ചില വ്യക്തികൾ നേതൃത്വം കൊടുക്കുന്ന ചില ഖുർആൻ പഠന വേദികൾ ഇവിടെ ഉണ്ട് അല്ലെ? ഫ്ലക്സ് ബോർഡൊക്കെ വെച്ച് അല്ലെ, വലിയ സംവിധാനം വെച്ചുകൊണ്ട് നടത്തുന്ന ആൾക്കാരുണ്ട് ഇവിടെ. അവർക്കൊക്കെ എന്ത് ഇതൊക്കെ നിന്ന് പോയാൽ കുറെ ആൾക്കാർ ഏതായാലും ഖുർആൻ പഠിക്കല്ലേ, ഏതെങ്കിലും ഇതിക്ക് പോകാന്ന് പോവും, നടക്കൂല സഹോദരങ്ങളെ. അപ്പൊ അതാണ് വേറൊരു ശ്രമം.
ഇതൊന്നും ചെയ്യുന്നത് ഒരിക്കലും KJU അല്ല, ഇതൊരിക്കലും KNM അല്ല ചെയ്യുന്നത്, ഇത് ISM അല്ല ചെയ്യുന്നത്, MSM അല്ല ചെയ്യുന്നത്, MGM അല്ല ചെയ്യുന്നത്. മറിച്ച് KJUവിന്റെ പേരിൽ, KNM-ന്റെ പേരിൽ, ISM-ന്റെ പേരിൽ, MSM-ന്റെ പേരിൽ, MGM-ന്റെ പേരിൽ ഇപ്പൊ ഈ വന്ന ചാരപ്പണിക്കാർ പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ് അല്ലേ. ഒരു സ്ഥലത്ത് പരിപാടിക്ക് ആളെ വിളിച്ച അവനെ പറ്റൂല. ആരാ പറയണത്? KNM അല്ല, KNM-ന്റെ നേതാക്കന്മാരല്ല, മറിച്ച് ഇവരിങ്ങനെ പറയാ, സ്വകാര്യം പറയാൻ പാടില്ല, ആ പരിപാടി പറ്റില്ല, ഓപ്പ പറ്റൂല, ഇവൻ പറ്റൂല. അതൊന്നും നടക്കൂല സഹോദരങ്ങളെ. അപ്പൊ ഒരിക്കലും തന്നെ ഈ രീതിയിൽ പറ്റൂല. ഇതാണ് ഇവരുടെ രൂപം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ആദർശ ബന്ധുക്കളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ള സുപ്രധാനമായ കാര്യം, നമ്മൾ ചേരി തിരിയരുത് സഹോദരങ്ങളെ. 10 കൊല്ലായിട്ടല്ലേ ഉള്ളത്, ഇനി ഇത് വെട്ടിമുറിക്കണം വേണോ? സഹോദരങ്ങളെ ഒരിക്കലും അനുവദിക്കരുത്. അത് അവരുടെ മനപ്പായസം മാത്രമാണ്. രണ്ടാക്കലല്ല നമുക്ക് ആവശ്യം, ഒന്നാവുകയാണ് ആവശ്യം. തൗഹീദിന്റെ രംഗത്ത് ഞാൻ പറഞ്ഞു, ഇവിടെ കൺഫ്യൂഷൻ ഇല്ല. പിന്നെ എന്തിനാണ് നമ്മൾ തമ്മിൽ വക്കാണമേൽക്കുന്നത്? എന്തിനാണ് നമ്മൾ തമ്മിൽ അടികൂടുന്നത്? ഇത് അവരുടെ ചാരപ്പണിക്കാരുടെ പ്രവർത്തന ഫലമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള നിലപാട് നമ്മൾ സ്വീകരിക്കണം കേട്ടോ. ഈ പ്രവർത്തനത്തിൽ ലക്ഷ്യം മറക്കരുത്. മൂന്നാമത് എനിക്കതാ പറയാനുള്ളത്.